മോളെ നിങ്ങൾ എന്തായി കാണിച്ചത്? മോളെ മോളെ ഞാൻ നിങ്ങൾ ഒരു അന്ധനാണെന്നും ആരോരും ഇല്ലാത്തവനാണെന്നും അന്ന് എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഇവിടെ നിങ്ങൾക്ക് അഭയം നൽകിയതും. അത് വലിയ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഈ വീട്ടിൽ താമസിക്കുന്ന ശേഖറാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ വന്ന ശേഖര മേനോനെന്ന് ഇവിടെ ആർക്കും ഇപ്പൊ സംശയം തോന്നിയിട്ടില്ല. അത് ഭാഗ്യായി. അല്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും എന്റെ അവസ്ഥ? എല്ലാവരും ചേർന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുമായിരുന്നില്ലേ? അല്ല, നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങോട്ട് എന്നെ കയറി വന്നത്? പ്രഭാവതി അമ്മയെ കൊല്ലാൻ തന്നെയാണോ പിന്നെ ഇങ്ങോട്ട് വന്നത്? നിങ്ങളാണ് ദേവമ്മയെ കൊന്നതെന്ന് വിശാൽ സാർ പറയുന്നു. സത്യത്തില് എനിക്ക് നിങ്ങളിപ്പോ പേടിയാ. മോളുടെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി ഞാൻ ഉത്തരം തരും. പക്ഷേ അതിപ്പോഴല്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം. ഞാൻ കാരണം മോൾക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. മോൾക്കെന്നെ വിശ്വസിക്കാം. മോൾക്കൊരു പേടിയും വേണ്ട. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്റെ പേരിലുണ്ടായ കളങ്കം മാറ്റണം. അത് ഞാൻ മാറ്റിയിരിക്കും. ഒരു ദേവി കാത്തോണ. അർദ്ധരാത്രിയോടുകൂടി ശേഖരമേനോൻ ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും മുകൾ നിലയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രഭാവതി അമ്മയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മുറി കള്ളത്താക്കോൽ ഉപയോഗിച്ച് തുറക്കുകയും അതിനുള്ളിൽ കടന്ന് പ്രഭാവതി അമ്മയെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയും അന്നേരം മുകളിൽ നിന്നുള്ള ഒച്ച കേട്ട് ഞാൻ അവിടെ ചെല്ലുകയും വിശാൽ സർ, സർ എന്തേ എഴുതുന്നേ? ഇതാണോ? അതെ, ഇത് തന്നെ. കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള വിഷയമാണെന്ന് തോന്നുന്നു. ഇതേ പോലീസിൽ കൊടുക്കാനുള്ള ഒരു കംപ്ലൈന്റാ പാർവതി. ഇന്നലെ ഇവിടെ അതിക്രമിച്ചു കയറി പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖരമേനോനെതിരെ കൊടുക്കുന്ന പരാതിയായത്. സാറ് പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണോ? അതെന്താ പാർവതി അങ്ങനെ ചോദിച്ചേ? അല്ല, അയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടണോ? അതെന്ത് ചോദ്യമാണ് പാർവതി? പാതിരാത്രി ഇതിനകത്ത് കയറി പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്ത് അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? അയാളെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? പോലീസിൽ പരാതിപ്പെട്ട അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ സർ? എന്ത് കുഴപ്പമുണ്ടാവുന്ന? നമ്മൾ പോലീസിൽ പരാതിപ്പെടുന്ന വിവരം അയാൾ അറിഞ്ഞ അയാള് വീണ്ടും ഇവിടെ കയറി വന്ന വിശാൽ സാറിനെയോ അമ്മയോ അപായപ്പെടുത്താൻ ശ്രമിക്കില്ലേ? അപ്പൊ അയാളെ പേടിച്ച് മിണ്ടാതിരിക്കണമെന്നാണ് പാർവതി പറയുന്നത്? ഇതൊക്കെ കാണുമ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു സർ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട പാർവതി. അയാളെ എന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ അയാൾ രക്ഷപ്പെട്ടത് മുതൽ ഞാനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുക. ഇനി അയാളെ കയ്യിൽ കിട്ടിയാലേ എനിക്ക് സമാധാനാവും. നമ്മളായിട്ട് അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാ പോലീസിൽ പരാതിപ്പെടാന്ന് ഞാൻ വിചാരിക്കുന്നത്. പോലീസിൽ ഇങ്ങനൊരു കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേ അവരയാളെ എവിടെ നിന്നാണെങ്കിലും തേടി പിടിച്ച് കണ്ടെത്തിക്കോളും. നീ ശേഖരമേനോനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണോ? അതെ അമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ മുങ്ങിക്കളയും. അതിന് അനുവദിക്കാൻ പാടില്ല. പരാതി കൊടുക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരും. അപ്പോൾ ഇവിടെ നടന്ന സകലതും A to Z കാര്യങ്ങളും അമ്മ കൃത്യമായിട്ട് അവരോട് പറയണം. വേണ്ട മോനെ, ഇപ്പൊ തൽക്കാലം പോലീസിൽ നമ്മൾ യാതൊരുവിധ കംപ്ലൈന്റും കൊടുക്കണ്ട.
അല്ല, ചേച്ചി പറഞ്ഞ ശരി. ഇപ്പൊ ഒരു പരാതി കൊടുക്കുന്ന ബുദ്ധിയല്ല. അല്ല അതെന്താ അമ്മ അങ്കിളും ഇങ്ങനെ പറയുന്നത്? എടാ, അതിന് കാരണമുണ്ട്. പോലീസിൽ പരാതി കൊടുക്കണ്ട എന്നിവർ പറയുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യം അവർക്കുണ്ട്. പറയമ്മേ, എന്തുകൊണ്ടാ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കരുതെന്ന് അമ്മ പറയുന്നത്? ഒരു കണക്കിന് വിശാൽ സാർ പറയുന്നതാണ് ശരി. അയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടണം. പോലീസ് അയാളെ പിടികൂടി ചോദ്യം ചെയ്യണം. എന്നാലല്ലേ അയാൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അറിയാൻ കഴിയൂ. അതെ, പാർവതി പറഞ്ഞതാ ശരി. അയാൾ എന്തിനാ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയണമല്ലോ. വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പൊ അതിന്റെ കാരണം അറിഞ്ഞിട്ട് എന്തിനാ? അമ്മേ, എന്തായാലും ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി എനിക്ക്. ഇനിയിപ്പൊ പരാതിയും പോലീസ് കേസും ഒന്നും വേണ്ട വിശാൽ. അമ്മേ, നീ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. എടാ, പരാതി കൊടുത്താ അത് നമുക്ക് നമ്മുടെ കമ്പനിക്കും അല്ലേ മാനക്കേട്. മീഡിയയുടെ കാലമായത്. അയാള് മീഡിയയോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലേ അവരത് ആഘോഷിക്കും. എടാ, വെറുതെ എന്തിനാ നമ്മളൊരു വിനയെ ക്ഷണിച്ചു വരുത്തുന്നത്? അതുകൊണ്ട് നമുക്ക് ആ കംപ്ലൈന്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. വിശാൽ സാർ, അമ്മേ, ഞാനിന്ന് ഉറങ്ങി വരികയായിരുന്നു. അന്നേരം ബഹളം കേട്ടത്. എന്താണെന്നറിയാൻ വേണ്ടി ചാടി എഴുന്നേറ്റു. വല്ല കള്ളന്മാരും വീടിനകത്തേക്ക് കയറിയതായിരിക്കും ആദ്യം കരുതിയത്. എന്തായാലും അത് കണ്ടേക്കാന്ന് കരുതിയാ ചാടി ഇറങ്ങി ഹോളിലേക്ക് എത്തിയത്. അപ്പോഴല്ലേ സംഘടനം കാണുന്നത്. കള്ളം കയറിയതായിരിക്കും തന്നെയാ ഞാനും കരുതിയത്. ഒയ്യോ, ശേഖരനെ കണ്ടപ്പോഴേ ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അയാളെ ആ നേരത്തെ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയാൾ ഇങ്ങനെ ഇതിനകത്ത് കയറിയത്? വാതിലുകളും ജനലുകളും ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഏത് വിധത്തിലാ അയാൾ ഇതിനകത്ത് കടന്നത്? അതാ ഞാൻ ചിന്തിക്കുന്നേ. അതൊരത്ഭുതം തന്നെയാ. ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. എങ്ങനെ അയാൾ ഇതിനകത്ത് കയറിയെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഇനി അതന്വേഷിക്കും. വിശാല് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ഒരുങ്ങിയപ്പോ പ്രഭേച്ചി അത് തടഞ്ഞില്ലേ? ആന്റി എന്തിനാ അത് തടഞ്ഞത്? രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറി കൊല്ലാൻ ശ്രമിച്ച ഒരാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത നമ്മുടെ കമ്പനിക്ക് എങ്ങനെ ഒരു ചീത്തപ്പേര് വരുന്നത്? അതെനിക്ക് ബോധ്യപ്പെടുന്നില്ല. പോലീസില് കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു തന്നെയാ എന്റെ അഭിപ്രായം. അയാൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമായിരുന്നു. നമ്മൾ തമ്മിൽ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പരാതിപ്പെടേണ്ടവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അയാൾ രക്ഷപ്പെട്ടു പോയ സ്ഥിതിക്ക് അയാളെ ഇനി പിടികൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സുരക്ഷിതമായ വീട്ടിനുള്ളിൽ അതിവിദഗ്ധമായി കയറി അയാളെ ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ആന്റി. അയാളെ അതീവ ബുദ്ധിശാലിയാണെന്നാ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട ജാസ്മിൻ. അയാളൊരു ബുദ്ധിശാലി തന്നെയാ. ഏതായാലും ഒരു കണക്കിന് അയാൾ രക്ഷപ്പെട്ട് ഓടിയത് നന്നായി. അല്ലെങ്കിൽ വിശാൽ അയാളെ കൊന്നേനെ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ അയാൾ വിശാലിനെ ആക്രമിച്ചേനെ. ഏതായാലും അതുണ്ടാവാഞ്ഞത് ഭാഗ്യം. ഗായത്രിയമ്മയെ കൊന്നതിന് പകരം അയാളെ കൊന്ന മരിച്ചുപോയ ഗായത്രിയമ്മ തിരികെ വരൂ. വിശാൽ എന്ത് പൊട്ടത്തരാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അയാൾ ചെയ്ത കുറ്റത്തിന് കോടതി അയാളെ നിയമപരമായി ശിക്ഷിച്ചതാ. അയാൾ ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. കോടതി വിധിച്ച ശിക്ഷയ്ക്കപ്പുറം അയാൾക്കെതിരെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ പോയ വിശാലിന്റെ ഭാവിയല്ലേ നശിക്കുന്നത്? ഈ ശേഖരൻ ജയിലിൽ കിടന്നതുപോലെ ഒരു 10-14 വർഷം വിശാലും അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരില്ലേ?
വിശാൽ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? സമയം കിട്ടുമ്പോ നീ അവനൊന്ന് ഉപദേശിക്കേ. ഇല്ലെങ്കിൽ അവന്റെ ഭാവി തകരുന്നതിനൊപ്പം നിന്റെ ഭാവിയും തകരും. ഹും, അതെങ്ങനെയാ? പാർവതിയുടെ തലയണ മന്ത്രത്തിൽ നിന്നും വിശാല് മാറി ചിന്തിക്കണ്ടേ? പാർവതിയുടെ ഉപദേശങ്ങളാണ് മഹത്തരമെന്ന് ചിന്തിക്കുന്ന അവന്റെ തലയിലേക്ക് ഞാൻ പറയുന്നത് വല്ലതും കേറുവോ? ജാസ്മിൻ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ പാർവതിയെ മാറ്റി നിർത്തിയിട്ട് അവനോട് അടുക്കാൻ ശ്രമിക്കണം. ഞാനിത് എത്ര നാളായിട്ട് നിന്നോട് പറയുവാ. അല്ല, നീ എന്താ അത് കേൾക്കാത്തെ? എടി, ഒരു പെണ്ണ് വിചാരിച്ച ഏതൊരാണിന്റെയും മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. പാർവതിയിൽ നിന്നും അവനെ നിന്നിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് നിന്റെ മിടുക്ക. ആ മിടുക്ക് നീ കാണിക്കണം. കാണിച്ചേ മതിയാവൂ. ഞാനതിന് ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, അത് നടത്തിയെടുക്കണം. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ജനിച്ചപ്പോഴേ ചേച്ചിക്ക് കൈവന്ന കഴിവുകളാണല്ലോ. ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ എന്റെ ആദ്യ ഭർത്താവ് ശേഖരൻ ഇന്ന് സെൻട്രൽ ജയിലിൽ അഴിയെണ്ണിക്കൊണ്ട് കിടക്കുന്നത്. വിഡ്ഢി. എന്റെ രക്ഷയ്ക്കായി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത പമ്പര വിഡ്ഢി. അല്ല, നീ എന്തേ ചിന്തിക്കുന്നു? ഞാൻ ചിന്തിക്കുന്നത് ആന്റിയും ശേഖരനെയും കുറിച്ചാ. ആന്റിയും ശേഖരനും തമ്മിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. വിശാല് കരുതുന്നത് ഗായത്രിയമ്മയെ കൊന്നത് ശേഖരനാണെന്നാണ്. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രഭാവതി ആന്റി ആണെന്ന്. ഒരു കാര്യം ഉറപ്പാ, ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുടുക്കിയ ആന്റിയോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ശേഖരൻ വന്നിരിക്കുന്നത്. അയാൾ ആ ലക്ഷ്യവുമായി എവിടെ കഴിഞ്ഞാലും അയാളെ നമുക്ക് കണ്ടെത്തണം ആന്റി. നമ്മളെന്തിനാ കണ്ടെത്താൻ പോന്നെ? വേണം. അയാളെ നമ്മുടെ കസ്റ്റഡിയിലാക്കി വെക്കണം. പ്രഭാവതിയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ അറിയുന്ന ആളാ ആന്റി. ഒരുപക്ഷെ എന്നെങ്കിലും അവർ രഹസ്യങ്ങൾ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ നമുക്ക് ആന്റിക്കെതിരെ കളത്തിലിറങ്ങി കളിക്കാൻ ഒരാള് വേണം. അതാണ് ശേഖരൻ എന്ന ഈ ശേഖരമെങ്ങും. നിന്റെ ബുദ്ധി കൊള്ളാലോ മോളെ. പാർവതി, ആ ദേ വരുന്നു വിശാൽ സർ. ദാ. ചൂടുണ്ടേ? ചായ എങ്ങനെയുണ്ട് സർ? മധുരവും കടുപ്പവും ഒക്കെ കൃത്യമാണല്ലോ അല്ലേ? സൂപ്പർ. പതിവ് പോലെ ഗംഭീരം. പാർവതി, സൂക്ഷിച്ചു വെക്കാൻ നിന്നെ ഏൽപ്പിച്ച ആ 20 ലക്ഷം ഇല്ലേ, അത് നീ പോയി എടുത്തിട്ടോ. ഇപ്പൊ എടുത്തിട്ട് വരാം സർ. അയ്യോ, അതെവിടെ പോയി? ഇവിടെ വെച്ചിരുന്ന പണം ആരെടുത്തോണ്ട് പോയി? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? വിശാൽ സാറിനോട് ഞാൻ എന്ത് പറയും? 20 ലക്ഷം രൂപ ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കാനാ? എന്റെ ദേവി,
എന്റെ ഉദയനൂരമ്മ. ഇഷാൻ, ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? നീ അതേക്കുറിച്ച് അന്വേഷിച്ചോ? എല്ലാം ടൈം ടു ടൈം ഞാൻ ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, പൂജാരി ഏർപ്പാടാക്കിയോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയമാകുമ്പോൾ അദ്ദേഹം അവിടെ എത്തും. ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ടമ്മേ. ഉദ്ഘാടന സമയത്ത് നിങ്ങൾ അവിടെ ചെന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം അറേഞ്ചിലാവും. ഇഷാൻ സർ, സാർ എന്നെ ഏൽപ്പിച്ച ആ പണം അതവിടെ കാണുന്നില്ല. പണം കാണുന്നില്ലേ? ഇല്ല സർ, അതവിടെ കാണുന്നില്ല. പണം പെട്ടിയോടെ തന്നെ ഞാൻ ആ ഡ്രോയറിൽ വെച്ചതാ. ഇപ്പൊ ചെന്ന് നോക്കുമ്പോ പണവും കാണുന്നില്ല, ആ പെട്ടിയും കാണുന്നില്ല. എന്താ സംഭവിച്ചേ? അതമ്മേ, മെയിൻ ബ്രാഞ്ചിലെ കളക്ഷൻ ക്യാഷ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അത് സൂക്ഷിക്കാൻ ഞാൻ പാർവതി ഏൽപ്പിച്ചു. അതാ ഇപ്പൊ കാണുന്നില്ല എന്ന് പാർവതി പറയുന്നത്. അയ്യോ, അല്ല, നീ അത് കൃത്യമായിട്ടൊന്ന് സൂക്ഷിച്ചു വെച്ചാണല്ലോ അല്ലേ? അതെ, ഞാനത് അലമാരയിൽ ഭദ്രമായി വെച്ചതാ. അലമാരി തന്നെ വെച്ചു എന്ന് ഉറപ്പല്ലേ? വേറെ എവിടെയും മാറ്റി വെച്ചിട്ടില്ലല്ലോ? ഇല്ല, പണം അലമാരയിൽ തന്നെ ഞാൻ വെച്ചത്. ഓർമ്മയില്ലാതെ 20 ലക്ഷം രൂപ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഈ വീട്ടില് എന്റെ മുറി വെച്ചിരുന്ന പണം എങ്ങനെ കാണാതെ പോയി? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. 20 ലക്ഷം രൂപ നിന്റെ മുറിയിൽ നിന്ന് കാണാതെ പോയോ? ആ ജമ്മ, അത് കാണുന്നില്ല അവിടെ. ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം എങ്ങനെ കാണാതെ പോവാനാ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇവിടെ വെച്ചിരുന്ന പണം ആരെടുത്തോണ്ട് പോവാനാ? വേറെ ആരെടുക്കാന്? ഇവള്. ഈ പാർവതി തന്നെ ആ പണം എടുത്ത് മാറ്റി വെച്ചിട്ട് നാടകം കളിക്കുന്നതാവും. അയ്യോ, ഇവൾക്കല്ലാതെ വേറെ ആർക്കാ ഇവിടെ പണം വേണ്ടത്? നമ്മളെല്ലാവരും ലക്ഷങ്ങൾ കണ്ട് വളർന്നവരല്ലേ. ഞങ്ങൾക്കാണോ 20 ലക്ഷത്തിന്റെ ആവശ്യം? സുശീലാനി, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ വക വർത്തമാനം പറയുന്നത്? പാർവതിയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. പണം മാറ്റി വെച്ചിട്ട് നാടകം കളിക്കേണ്ട ആവശ്യം പാർവതിക്കില്ല. എങ്കിൽ പിന്നെ ആ പണം എവിടെ പോയി? ഇവളുടെ മുറി ഇവള് മാത്രമല്ലേ യൂസ് ചെയ്യുന്നത്? ആ മുറിക്കകത്ത് കയറി ആര് പണം എടുക്കാനാ? ഈ വീട്ടിൽ നിന്നും പണം എവിടെയും പോവില്ല. അതിവിടെ തന്നെ കാണും. ഈ വീട് മുഴുവൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാം. അപ്പോ ആ പണം എവിടെയാണെങ്കിലും കിട്ടാതിരിക്കില്ല. അന്വേഷിക്കട്ടെ, ഈ വീട് മുഴുവൻ അന്വേഷിക്കട്ടെ. അപ്പൊ പല്ലവിയുടെ മുറിയിൽ നിന്നും പണം കിട്ടും. ഞങ്ങളുടെ പദ്ധതി വിജയിക്കും. അനിയത്തിയും ചേച്ചിയും കള്ളികളായിട്ട് നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങും.
പണം ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് കാണാതാവണമെങ്കിൽ അത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കുക തന്നെ വേണം. പാർവതി പണം സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിനുള്ളിലെ കള്ളൻ തന്നെ ആവണം. അതാരാണെന്ന് കണ്ടെത്തണം, കണ്ടെത്തി ശിക്ഷിക്കണം. വേണ്ട. പണം തേടി നിങ്ങൾ ആരും നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നഷ്ടപ്പെട്ട ആ പണം കണ്ടെത്താനുള്ള വിദ്യ എനിക്കറിയാം. എന്ത് വിദ്യ? അത് ഞാൻ കാണിച്ചു തരാം. ഗാർഗി, നീ അടുക്കളയിൽ പോയി ഒരു നാരങ്ങ എടുത്തിട്ട് വാ. നാരങ്ങയോ? അതെ, നാരങ്ങ. നീ അത് പോയി എടുത്തിട്ട് വാ. നാരങ്ങ വെച്ച് നീ പണം കണ്ടുപിടിക്കാൻ പോവാണോ? നീ എന്താ മെജീഷ്യനാ? അതോ നീ മായാജാലക്കാരിയാണോ പാർവതി? അതെ, ഇതൊരു തരം മായാജാലം തന്നെയാണ് ജാസ്മിൻ. എന്റെ മുത്തശ്ശൻ പഠിപ്പിച്ചു തന്ന മായാജാലം. അതെന്താണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞാൽ മതി.